ഓട്ടോമാറ്റിക് വണ്ടീനെ പറ്റിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഓവർടേക്ക് ചെയ്യുന്ന ടൈമിൽ വണ്ടി ഒരു കയറിപ്പോക്ക് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്ന് ഓവർടേക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി രക്ഷത്താണ് ഗിയർ ചേഞ്ച് ആയിട്ട് വണ്ടി കയറുന്നത്. അത് നമുക്ക് ഇങ്ങനെ അതിനൊരു സൊല്യൂഷൻ അത് ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ, അറിയുന്നവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തല്ലോ. വണ്ടി ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം വെച്ചാൽ ഇപ്പോൾ പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഈ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഹൈവേയിൽ റൺ ചെയ്യുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് അപ്പോൾ ഈ വണ്ടിക്ക് വന്നിരിക്കണമെന്ന് വെച്ചാൽ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പിന്നെ ഈ പ്ലസ് ആൻഡ് മൈനസ് കണ്ടില്ലേ, ഇത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മാനുവൽ ട്രാൻസ്മിഷനാണിത്. എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഡ്രൈവിലിട്ട് ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാനുവൽ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. മാനുവൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ഈ ഡ്രൈവിങ് പഠിക്കുന്ന ടൈമിലൊക്കെ നമ്മളെങ്ങനെ ചെയ്യണം ആ രീതിയാണിത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് മുകളിലോട്ടാക്കുക, തേർഡ്, ഫോർത്ത് ഇങ്ങനെ ആക്കുക. അപ്പോൾ നമ്മൾ ഈ ഓട്ടോമാറ്റിക് വണ്ടി നമ്മളിപ്പോൾ ഒരു 80 കിലോമീറ്റർ ഫിഫ്ത്തിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിചാരിക്കുക. ആ ടൈമിൽ നമുക്കിപ്പോൾ ഒന്ന് ഓവർടേക്ക് ചെയ്യണം. ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് കിടക്കുന്ന വണ്ടി ജസ്റ്റ് ഒന്ന് മാനുവലിലോട്ട് ആക്കുക. മാനുവലിലോട്ട് ആക്കിയിട്ട് ജസ്റ്റ് താഴോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മൈനസിലോട്ട് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5th നേരെ 4th പോകും. അപ്പോൾ കുറച്ചും കൂടി ഇത് കിട്ടും, RPM കയറി വണ്ടി കയറും. ഇനി അതും പോരാ, ഇനിയിപ്പോൾ കുറച്ചുകൂടി വലിവ് വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ 3rd ഇടുക. സെക്കൻഡ് വലിച്ചിടരുത് കേട്ടോ. ഒരു 80 കിലോമീറ്റർ അല്ലെങ്കിൽ 60 കിലോമീറ്റർ സെക്കൻഡ് വലിച്ചിടരുത്. ഇടുമ്പോഴുള്ള അവസ്ഥ എന്താ നിങ്ങൾക്ക് പോലും അറിയാം, ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ 3rd വരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മാനുവൽ ഗിയറിൻ്റെ ഒരു സിസ്റ്റം പറയുന്നത്. പിന്നെ ഇതല്ലാണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഡ്രൈവിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 80 കിലോമീറ്റർ വണ്ടി റൺ ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് നോക്കി ആക്സിലേറ്റർ നല്ല ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 80 കിലോമീറ്റർ വണ്ടി ഓടാണ്, 5th കിടക്കുന്നത്, പെട്ടെന്ന് അത് 3rd ഗിയറിലോട്ട് ചേഞ്ച് ആവും. അത് നമ്മളിപ്പോൾ മീറ്ററിൽ ഇപ്പോൾ ഇവിടെ ഒരു ഇതുണ്ടോ D1 ഡ്രൈവ് 1 എന്നാണ് കൊടുത്തിരുന്നത്, ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് റൺ ചെയ്യുമ്പോൾ മീറ്ററിൽ കാണാൻ പറ്റും. അപ്പോൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് 3rd ഗിയർ പോകും. 3rd പോയി ഒന്ന് ഓവർടേക്ക് ചെയ്ത് ഒന്ന് വണ്ടി സ്ലോ ആയി കഴിഞ്ഞാൽ വീണ്ടും 5th കിടക്കും. പെട്ടെന്ന് 5th വീണ്ടും പോകും. അപ്പോൾ അങ്ങനെ ഒരു 2 രീതിയിലാണ് നമുക്ക് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഈ വണ്ടിക്ക് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. ചില വണ്ടിക്ക് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പാർക്കിങ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, ഇങ്ങനെയാണ് മിക്ക വണ്ടികൾക്കും. എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റം വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ സുസുക്കിയുടെ ഷിഫ്റ്റിനും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഹോണ്ടയുടെ വണ്ടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം ഉണ്ടോ, പ്ലസ് മൈനസ്, അത് നിങ്ങൾ പ്രസ് ചെയ്താൽ മതി, കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ വണ്ടിയൊക്കെ ഓഫ് ചെയ്യുന്ന ടൈമിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് പാർക്കിങ്ങിലിടാൻ ശ്രദ്ധിക്കുക. അത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, അല്ലെങ്കിൽ വണ്ടിയുടെ വെയിറ്റ് മൊത്തം എന്താവും, ഗിയറിൻ്റെ മുകളിൽ പോയി കിടക്കും. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ പറ്റുന്നുണ്ട് ഞാൻ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡ്രൈവിൽ നിന്ന് നേരെ മാനുവലിട്ട് നമ്മളിപ്പോൾ ഒരു 5th ഗിയറിൽ ഇങ്ങനെ ഒരു 80 അല്ലെങ്കിൽ 85 കിലോമീറ്റർ നമ്മളിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സിഗ്നലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ തന്നിട്ട് ഓടിക്കുന്ന ടൈമിൽ ഈ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഗിയർ ഇങ്ങനെ എന്താണ് 5th നേരെ 4th 3rd പോകാൻ സാധ്യതയുണ്ട്. പിന്നെ വീണ്ടും നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒരിക്കലും ഗിയർ നേരെ അത് 4th 5th ആയിട്ട് മാറില്ല. അത് നിങ്ങൾ തന്നെ മാനുവലായിട്ട് അത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം വെച്ചാൽ നിർത്തിക്കഴിഞ്ഞാൽ ഇതെന്താ വണ്ടിക്ക് ഇങ്ങനൊരു പുള്ളിങ്ങി അല്ലെങ്കിൽ ഇതെങ്ങനെ RPM കയറുന്നു എന്ന് ചിന്തിക്കരുത്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് ഗിയർ ഇങ്ങനെ ഡൗൺ ആവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മിക്ക ആൾക്കാർ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ മാത്രം ജസ്റ്റ് ഇത് നേരെ ഡ്രൈവിൽ നിന്ന് മാനുവലിട്ടിട്ട് ജസ്റ്റ് ഇത് കൊടുത്താൽ മതി, മൈനസ് കൊടുത്താൽ മതി കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ അറിയുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞതിൽ ശരി മിസ്റ്റേക്ക് ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അത് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാവും. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ രീതി ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, അവർക്കെങ്കിലും ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ. അപ്പോൾ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ.